നീറ്റ് 2024 എന്താണ് സംഭവിച്ചത്? ഒരു ഷോക്കിംഗ് അനലൈസിംഗ് ആണ് ഇന്നിവിടെ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ മാർക്കിനെ ഗോളാക്കി സെറ്റ് ചെയ്തിട്ടാണ് പല വിദ്യാർത്ഥികളും പഠിച്ചിട്ടുള്ളത്. എക്സാമിനേഷൻ എഴുതി ആ മാർക്ക് കിട്ടിയ സമയത്ത് പല ആളുകളും വളരെ ഹാപ്പി ആയിരുന്നു. ബട്ട് റാങ്ക് വന്നപ്പോൾ വലിയ ഷോക്കായി. 2023-ലെയും 2024-ലെയും റാങ്ക് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് പ്രൈവറ്റിൽ കിട്ടാനുള്ള ചാൻസുകളും ഗവൺമെൻറ്റിൽ കിട്ടാനുള്ള ചാൻസുകളൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഒരു വീഡിയോയുടെ ബോധ്യമാവും. ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ, 720 മാർക്ക് നേടിയിരിക്കുന്ന 60-ലധികം ആളുകളുള്ളതും അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അനാലിസിസ് നടത്താൻ പോകുന്നത് 2023 700 മാർക്ക് വരെ വരുന്ന സമയത്ത് 338 കുട്ടികളാണ് ഉണ്ടായിരുന്നെങ്കിൽ 2024 അതിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 2250 ആണ്. 1912 കുട്ടികളുടെ വർധനവെന്ന് പറയുന്നത് 700 മാർക്കാകുമ്പോഴേക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് വലിയ എയിംസൊക്കെ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 700 മാർക്കിന് മുകളിലേക്കുള്ള കുട്ടികൾ തന്നെ 1912 പേരുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് 695 മാർക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വർഷം 500 ആളുകളാണെങ്കിൽ 2024 2944 എത്തിയിരിക്കുകയാണ്. 2444 റാങ്കിൻ്റെ ഡിഫറൻസ് അവിടെയും 685 സ്കോർ എത്തുമ്പോഴേക്ക് 1253 കുട്ടികളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 6227 ഏകദേശം 4940 5000-ഓളം റാങ്കിൽ ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 680 1741 കുട്ടികളിൽ നിന്ന് 8542 കുട്ടികളിലേക്കുള്ള മാറ്റം, 6801 കുട്ടികളുടെ വർധനവ്. 675 2343 നിന്നും 11400 എന്ന് പറയുന്ന വലിയ സ്കോറിലേക്ക് മാറിയപ്പോൾ 9057 കുട്ടികളുടെ ഡിഫറൻസ് അവിടെ കാണാൻ സാധിക്കും. 671 2676 കുട്ടികളുണ്ടായിരുന്നിടത്ത് ഈ വർഷം 14000 കുട്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11324 കുട്ടികളുടെ വർധനവ്. 665 3888 കുട്ടികളുണ്ടായിരുന്നത്. അവിടെയാണ് 17840 പോയിരിക്കുന്നത്. 13952 റാങ്കിൻ്റെ ഡിഫറൻസ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന അവസാന കട്ട് ഓഫ് മാർക്കൊക്കെ ഒരു 618 മാർക്കൊക്കെ ആയിരുന്നു. അവിടെയാണ് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കേണ്ട മാർക്കിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കുറച്ച് ഞാൻ വായിച്ചു പോവാം. ഏകദേശം ഒരു 500-600 വരെയുള്ള മാർക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ട് നമുക്ക് ബാക്കി സ്പീഡിൽ അങ്ങ് പോയി നോക്കാം. 660 4854 നിന്നും 21047 പോയിരിക്കുകയാണ്. അവിടെ 16193 മാറ്റം കാണാൻ സാധിക്കും. ഏകദേശം 658 എന്നുള്ള സ്കോറിലേക്ക് വരുമ്പം 5087 ഉണ്ടായിരുന്നത് 23600, ഏകദേശം 18513 മാറ്റം. ഇനി നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഇതൊന്ന് റീഡ് ചെയ്തേക്കുക. 650 എന്നുള്ള മാർക്കിലേക്ക് എത്തുമ്പോൾ 7296 ഉള്ളത് 29000-ലേക്കായി. 650 മാർക്കുള്ളൊരു കുട്ടിക്ക് 21704 റാങ്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 650 നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു മാർക്കായിട്ട് മാറി എന്നുള്ളതാണ്. അത്രയും വലിയ ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം അത് 618 എത്തുമ്പോൾ 19477 മാർക്ക് ഉണ്ടായിരുന്നത് ഈ വർഷം 60000 മാറി 40523 എന്നുള്ള വലിയ ഡിഫറൻസിലേക്ക് അത് പോയി കഴിഞ്ഞു. 595 32356 ഉണ്ടായിരുന്നത് ഏകദേശം 85000 52644 മാറ്റവും. 581 ആകുമ്പോൾ 41335 ഉണ്ടായിരുന്നത് 1,03,039 61704 മാറി എന്നുള്ള വലിയൊരു ഡിഫറൻസിലേക്കാണ് അവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 527 ആകുമ്പോൾ 83328 ഉണ്ടായിരുന്നത് 1,17,815 അതായത് 34,487 മാറ്റം. അത് 491 വരുമ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 1,18,252 ഉണ്ടായിരുന്നത് ഈ വർഷം 2,25,013 എന്നുള്ള 1,04,261 ഡിഫറൻസ്. ഇങ്ങനെ ഈ പട്ടിക ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഏറെക്കുറെ നിങ്ങൾക്ക് ഈ വർഷത്തെ ഒരു ഡാറ്റ മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇതനുസരിച്ച് നിങ്ങൾക്കിനി കേരളത്തിൽ എവിടെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ എത്ര റാങ്കുകൾക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരള റാങ്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വരുമെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ തരുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.